സുഹൃത്ത് ബെന്യാമിൻ്റെ ആടുജീവിതം. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്. ബ്ലസി തിരക്കഥയും സംഭാഷണവും സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായെത്തിയ ഗട്ട് ലൈഫ് ദ ആടുജീവിതം. സ്റ്റാർട്ടിങ് തൊട്ട് ഭയങ്കര ഒരു ബേസാണ്. അതായത് ഇത് ഹുക്ക് ചെയ്ത് വരണ തന്നെ പോസ്റ്റ് ഇൻട്രോയിലാണ്. കാരണം അതുവരയ്ക്ക് പൃഥ്വിരാജിൻ്റെ സ്ട്രഗിൾസാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു എസ്കേപ്പിൻ്റെ ആ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് കഥ അങ്ങോട്ട് ആ ഗിയർ മാറുന്നത്. പക്ഷേ അപ്പോഴേക്കും ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞ്. ഇതിൽ എടുത്തു നിൽക്കുന്നത് ഇതിൻ്റെ വിഷ്വൽസാണ്. അതായത് ഇപ്പോൾ ഛായാഗ്രഹണം അറിയാലോ, സുനിൽ കൊണ്ടും പുള്ളിക്കാരനാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. വിച്ച് ഇസ് എക്സെപ്ഷണൽ, ഔട്ട്സ്റ്റാൻഡിങ്. എന്താ പറയുക, ഇപ്പോൾ ഡ്യൂണിലൊക്കെ ഉള്ള സീൻസ് പോലത്തെ കുറച്ചൊക്കെ അവിടെയായിട്ട് പിടിക്കിട്ടിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, പിന്നെ നമ്മൾ രാവിലെ എണീച്ച് പടത്തിന് ഇറങ്ങുമല്ലോ, അപ്പോൾ വെയിലത്ത് ഇങ്ങനെ പോകാനൊക്കെ ഒരു മടിയാണ്. ചൂടത്തിങ്ങനെ ഇറങ്ങണമല്ലോ, ബൈക്കിലും ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളൂ. പക്ഷേ നമ്മൾ ഈ പടം കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് അനുഭവിക്കുന്ന ചൂടൊന്നും അല്ല എന്ന് തോന്നും. കാരണം അവർ അത്രയ്ക്കും എഫേർട്ട് ഇതിൽ കാണുന്നുണ്ട്. അതായത് ഒറിജിനൽ സ്റ്റോറി നോക്കുമ്പോൾ നമ്മളിപ്പോൾ തിയേറ്ററിൽ നിന്ന് അനുഭവിക്കുന്ന പൃഥ്വിരാജ് അനുഭവിച്ചും പുള്ളിക്കാരൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. സ്റ്റിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമമുണ്ടല്ലോ നമ്മളുടെ ഭാഗത്തുനിന്ന്. അത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതായത് നമുക്കൊരാൾ, ഒരു ആവറേജ് ഓഡിയൻസ് ഇത് കണ്ട അയാൾ ആ സിറ്റുവേഷനിൽ പെട്ട പോലെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നതാണല്ലോ സിനിമയുടെ വിജയം. അത് ബ്ലസിക്ക് 100% യാ ഒരു 85 ആ ഒരു എന്തായാലും എബവ് ആവറേജ് ആണ്. എബവ് ആവറേജ് പ്ലസ് ആണെങ്കിൽ പറയാം. യാ അത് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്കിപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഒബ്സ്റ്റക്കിൾസാണ് കുറേ. ഇതിൽ എസ്കേപ്പ് ചെയ്യുമ്പോൾ കുറേ ഒബ്സ്റ്റക്കിൾസ് വരും. ഫസ്റ്റ് ഇതിലേക്ക് കുടിക്കാൻ വെള്ളം കിട്ടില്ല, അതായിരുന്നു ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ. അത് പാസ് ചെയ്യുമ്പോൾ അടുത്തത്, പിന്നെ അതായത് എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, ആ വഴി, അതൊരു ഒബ്സ്റ്റക്കിളാണ്. പിന്നെ അവിടെയുള്ള ക്രീച്ചേഴ്സ്, ഇങ്ങനെ പാമ്പ്, പഴുതാര, ആ സംഭവങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സാൻഡ് സ്റ്റോം, അങ്ങനെ ഒരുപാട് ഒബ്സ്റ്റക്കിളുണ്ട്. അതൊക്കെ മറികടന്ന് വരുന്ന ഒരു സർവൈവൽ ത്രില്ലർ ഡ്രാമ കുറച്ചുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയത്തിൻ്റെ പോന്നോ ഒരു രക്ഷയില്ല. ശരി, നമുക്ക് തോന്നുന്നത് പിച്ചക്കാരൻ എന്നാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് കുറച്ചൊക്കെ മൈൻഡായിട്ട് പോലെ ഡയലോഗ് ഡെലിവറി, അതെന്തിനാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഓരോ ആൾക്കാരുടെ നേച്ചർ. ബട്ട് നമുക്ക് കൺവേ ചെയ്യാം ആ മെസ്സേജ്. ആ ഒരു ക്യാരക്ടർ പറയുമ്പോൾ അത് കൺവേ ചെയ്യാൻ മതി. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ദാറ്റ്സ് ഇനഫ്. പിന്നെ ആണ് ക്യാരക്ടർ ആ മീറ്ററിൽ തന്നെ പോയിട്ടുണ്ട്. ഈ ഒരു കാര്യം മാത്രം എന്തോ ഒരു എക്സ്പ്ലിസിറ്റായിട്ട് ഇട്ട പോലെ, പൃഥ്വിരാജിൻ്റെ കയ്യിൽ നിന്ന് ഇട്ട പോലൊരു ഫീലിംഗ്. അതായത് ഭയങ്കര ഒരു മൈൻഡായിട്ടുള്ളൊരു ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ ആയിരുന്നു അവസാന ഭാഗങ്ങളിൽ പുള്ളിക്കാരൻ ചെയ്തത്. എനിവേ, പിന്നെ പുള്ളിക്കാരൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു. അവൻ്റെ അഭിനയം സൂപ്പറായിരുന്നു. ഒന്നിനൊന്ന് കട്ടക്കടയിൽ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമലപ്പോൾ കുറച്ച് സ്റ്റീമി സീൻസൊക്കെ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ വഴിക്ക് പോയി. നേരം മ്യൂസിക് രക്ഷയില്ല. അവിടെയൊക്കെ കുൻഫായക്കുൻ്റെയൊക്കെ ചെറിയൊരു റെഫറൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എനിവേ എല്ലാ സ്കോറും സൂപ്പറായിരുന്നു. ഒരു സിറ്റുവേഷൻ പറ്റിയ മ്യൂസിക് എങ്ങനെ ഡ്രാസ്റ്റിക്കലി എലവേറ്റ് ചെയ്ത് അങ്ങനെ പീസ് കാമായിട്ട് സ്റ്റേബിൾ ആവുന്നുണ്ട്. അങ്ങനെ ഒരു സൈലൻസിലിട്ട് നിർത്തുന്നുണ്ട് പുള്ളിക്കാരൻ. അത് പിന്നെ എയറിൻ്റെ മാജിക്കാണ്. അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. മണലാരണ്യം, ഡെസേർട്ട്, ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ഒരു രീതിയുണ്ട്. അത് ഇതിൽ കൃത്യമായിട്ട് കാണിച്ചു. മുമ്പ് കണ്ടൊരു പടമുണ്ട്, എന്താണ് രാസ്തയ, അതൊക്കെ കണ്ടവർക്കറിയാം ഇതിൻ്റെ വ്യത്യാസം. ഡെസേർട്ടിൻ്റെ ഓരോ സീൻസ് നമുക്ക് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. VFX ഒന്നും അറിയണേ ഇല്ല. ആ ഒരു പേസിൽ അങ്ങനെ പോകുന്നുണ്ട്.
ഓവറാക്കിയിട്ടില്ല, കുറച്ചിട്ടില്ല, എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾ ടുഗദർ അതുതന്നെ. എൻ്റെ അറബിയും ഒട്ടകമൊക്കെ അതും പൊളിയായിരുന്നു. എല്ലാം കൊണ്ടും സൂപ്പർ.